പാലക്കാട്ടെ നോമ്പുതുറയിൽ ഒഴിവാക്കാനാകാത്ത വിഭവമാണ് ജീരകകഞ്ഞി. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ വിശ്വാസികളാണ് പുണ്യമാസത്തിൽ നോമ്പുതുറയ്ക്കായി ജീരകകഞ്ഞി ഒരുക്കുന്നത്. ജീരകവും അരിയും മഞ്ഞളും പ്രത്യേകതരം മസാലക്കൂട്ടും സമമായി ചേർത്താണ് റമദാൻ മാസത്തിലെ നോമ്പുതുറയ്ക്കായി ജീരകക്കഞ്ഞി ഒരുക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാടിൻ്റെ കിഴക്കൻ മേഖലകളായ പുതുനഗരം, കൊടുവായൂർ, ചിറ്റൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ മിക്ക മുസ്ലിം വീടുകളിലും പള്ളികളിലും നോമ്പു തുറക്കുമ്പോൾ വിശ്വാസികൾക്ക് ഈ കഞ്ഞി നിർബന്ധമാണ്. ഈ കഞ്ഞി വെക്കുന്നത് ഞങ്ങൾ 50 കൊല്ലമായിട്ട് എൻ്റെ അറിവിൽ ഉള്ളതാണ്. ഇതിൽ ജീരകവും ഈ ഇഞ്ചി മസാലകളൊക്കെ ചേർത്ത് കാരണം നമ്മൾ ഈ വിശപ്പോട് ഒഴിഞ്ഞ് കഴിക്കുമ്പോൾ എല്ലാവർക്കും വലിയൊരു അത് വളരെ ആശ്വാസം കിട്ടുന്നൊരു ഇതാണ്. ജീരകക്കഞ്ഞിയോടൊപ്പം ഇതിനുവേണ്ടി കിഴങ്ങും പയറുവർഗ്ഗങ്ങളും ഇട്ട് പ്രത്യേകം തയ്യാറാക്കിയ കറിയാണ് പള്ളികളിൽ വിളമ്പുന്നത്. ദിവസവും നൂറുകണക്കിന് ആളുകൾ കഞ്ഞി കുടിക്കാനായി മാത്രം പള്ളിയിലെത്താറുണ്ടെന്ന് ഭാരവാഹികൾ പറയുന്നു. ഉമ്മാൻ്റെ വാപ്പ മുതലേ തുടങ്ങിയതാണ്. പിന്നെ അതിൻ്റെ പാരമ്പര്യം ഉമ്മ വന്നു. ഉമ്മ ഒരു 45 കൊല്ലം. ഉമ്മാൻ്റെ വാപ്പ എത്ര കൊല്ലം വെച്ചെന്ന് ഇതറിയില്ല. പിന്നെ നാം വെക്കാൻ വേണ്ടിയിട്ട് 6 കൊല്ലം. പാലക്കാട്ടെ മുസ്ലിം റാവുത്തർ വിഭാഗത്തിൽപ്പെട്ടവരുടെ റമദാനിലെ ഇഷ്ടവിഭവമാണ് ഇന്നും ജീരകക്കഞ്ഞി. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്.